തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ 13 മരണം. 5 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകി. ബാക്കി മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് പുനരാരംഭിക്കും. അതേസമയം സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ അപകട സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും വിദഗ്ധ സംഘം ശാസ്ത്രീയ പരിശോധനയും നടത്തും. മൃതദേഹ ഭാഗങ്ങൾക്കായി ഇന്നും തിരച്ചിൽ തുടരും. അതിനു മുൻപ് മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ ഇന്നലത്തെ ദൃശ്യങ്ങൾ കാണാം. മുപ്പതിനും 40-നും ഇടയ്ക്ക് ആളുകളുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് തുറക്കുന്നുണ്ട്. ഇവിടെ വന്നതിൽ 5 പേര് വളരെ സീരിയസ് ആയിരുന്നു. പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ ഷേന്നരട്ടി എൻ്റെ നമുക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ തീയൊക്കെ കത്തി. എനിക്ക് മനസ്സിലാക്കുന്നു. ഞാൻ ഓടുമ്പോഴേക്കും ഇവിടെ നറുചട്ട് പൊട്ടി. 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, ഒരു നാടൊന്നാകെ ഞെട്ടി നിൽക്കുകയാണ് ഈ ഒരു വലിയ സ്ഫോടനത്തിൽ. 13 പേരാണ് നിലവിൽ മരിച്ചതായിട്ടുള്ള വ്യക്തമാക്കിയിട്ടുള്ളത്. 5 പേരുടെ നില ഗുരുതരമാണ്. വലിയൊരു ദുരന്തം, ഒരു നാടൊന്നാകെ ഇങ്ങനെ വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ആഘോഷങ്ങളൊക്കെ ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ പലരുടെയും ശരീരഭാഗങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ ശരീരഭാഗങ്ങളൊക്കെ DNA പരിശോധന നടത്തുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇനി ഈ ഒരു കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ കാണാതായ അല്ലെങ്കിൽ കാണാതായെന്ന് കരുതപ്പെടുന്ന ആളുകൾക്കായിട്ടുള്ള തിരച്ചിലൊക്കെ വളരെ നേരത്തെ തന്നെ പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് വെളിച്ചം വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു തിരച്ചിലെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി ആണ് തിരച്ചിലെല്ലാം നിർത്തിയത്. കാരണം വെളിച്ചം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തോടനുബന്ധിച്ചുള്ള ജലാശയങ്ങളടക്കമുള്ള ഇടങ്ങളിലും പരിശോധന നടത്തേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ ഇന്നും തിരച്ചിൽ നടത്തുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ പൊതുവെ ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ വലിയ രീതിയിൽ ചിന്നിച്ചിതറി വളരെയധികം ദൂരത്തേക്ക് തെറിച്ചു പോകാറുണ്ട്. അത്തരത്തിൽ പലയിടത്തു നിന്നും 1 കിലോമീറ്റർ അകലെ നിന്ന് വരെ ഇന്നലെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നും തിരച്ചിൽ തുടരുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു അപകടത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇന്നലെ വൈകിട്ട് ആദ്യം ഈ ഒരു വെടിക്കെട്ടുപുരയിൽ ഒരു ചെറിയ സ്ഫോടനം എന്നുള്ള രീതിയിലാണ് ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് സ്ഥലത്ത് നിന്നുള്ള ആളുകളുടെ മൊബൈൽ ഫോണിലടക്കം പകർത്തിയ ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ കരിമരുന്ന് പൊട്ടി അമരുന്നു. അതിനുശേഷം ഉഗ്രശബ്ദത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കിലോമീറ്ററുകൾ അകലെയുള്ള വീടുകളുടെ ജനലുകൾ വരെ പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അടിയന്തരമായി എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നതിനാൽ 2 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തി കാര്യക്ഷമമായ രീതിയിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ സാധിച്ചത്. പലപ്പോഴും പരിശോധനയ്ക്കിടയിലും രക്ഷാപ്രവർത്തനത്തിനിടയിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്ന് വീണ്ടും ഇത്തരത്തിൽ അപകട സ്ഥലത്ത് പരിശോധനയും അതുപോലെ തന്നെ തിരച്ചിലും തുടരും എന്നുള്ളതാണ്. ഈ ഒരു വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൻ്റെ കാരണം കണ്ടെത്താൻ വിദഗ്ധ സംഘം, ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ കെമിക്കൽ പരിശോധനകൾക്കായിട്ടുള്ള വിദഗ്ധ സംഘവും ഈ അപകട സ്ഥലത്ത് ഇന്ന് എത്തും. അതുപോലെ തന്നെ മൃതദേഹ ഭാഗങ്ങൾക്കായിട്ടുള്ള
തിരച്ചിലും ഇന്ന് വീണ്ടും നടത്തുമെന്നുള്ളതാണ്. 4 രീതിയിലാണ് ഈ ഒരു തിരച്ചിൽ നടക്കുന്നത്. ഒന്ന് റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് കെഡാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ട്. അത് കെഡാവർ നായകളും അതല്ലാതെയുള്ള കനൈൻ സ്ക്വാഡിൻ്റെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള, അതായത് ഇത്തരത്തിൽ തിരച്ചിൽ നടത്താൻ പരിശീലനം ലഭിച്ചിട്ടുള്ള നായകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുക. അതിന് പുറമെ സമീപത്തുള്ള ജലാശയങ്ങൾ, പാടമാണ്, വലിയ പാടശേഖരമാണ്, സമീപത്ത് തോടുണ്ട്, കനാൽ പോലുള്ള സംഭവങ്ങളുണ്ട്, കുളങ്ങളുണ്ട്. അവിടെയെല്ലാം തിരച്ചിൽ നടത്തുന്നതിനായി ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ അവരുടെ പ്രത്യേക മുങ്ങൽ വിദഗ്ധരുടെ സ്കൂബ സംഘം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപകട സ്ഥലത്തിന്, അതായത് ഒരു 5 ഏക്കറോളം വരുന്ന വലിയ ഒരു പാടശേഖരമാണ് ഇത്. പ്രധാനമായും ഇത്തരത്തിൽ പൊതുവെ ഈ ഒരു പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ വെടിമരുന്ന് പുരകൾ അല്ലെങ്കിൽ ഈ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള വെടിമരുന്ന് പുരകൾ, കരിമരുന്ന് നിറയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ, ഇവയെല്ലാം തന്നെ പാടശേഖരങ്ങളിലായാണ് ക്രമീകരിക്കാറ്. ഒരു പരിധിവരെ ഒരു അപകടം ഉണ്ടായാൽ അത് ജനവാസ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ വിശാലമായ പാടശേഖരങ്ങളിൽ ഈ പടക്ക നിർമ്മാണശാലകൾ അല്ലെങ്കിൽ കരിമരുന്ന് നിർമ്മാണശാലകൾ വെക്കുന്നത്. കാരണം ഏക്കറുകൾ കണക്കിന് പരന്നു കിടക്കുന്ന ഭാഗമായതിനാൽ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് ജനവാസ മേഖലയെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയാണ് ഇത്. അപ്പോൾ ഒരു 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിന് നടുവിലായാണ് ഈ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. അതിന് സമീപത്തായി തന്നെ 2 കുളങ്ങളുണ്ട്. അപ്പോൾ ഈ കുളങ്ങളിൽ ഏതെങ്കിലും മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ വീണിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആ മൃതശരീര ഭാഗങ്ങൾ അവിടെ നിന്ന് റിട്രീവ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സ്കൂബ സംഘം ഇന്ന് പരിശോധന നടത്തുക. അതുപോലെ തന്നെ ഈ കെഡാവർ നായകൾ, കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ 3 കെഡാവർ നായകളാണുള്ളത്. ആ 3 കെഡാവർ നായകളും കേരളത്തിൻ്റെ ഡോഗ് സ്ക്വാഡിലാണ് ഉള്ളത്. മായ, മർഫി, അതുപോലെ തന്നെ ഏഞ്ചൽ. ഈ 3 നായകളും വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഏറെ സഹായകമായ രീതിയിൽ പ്രവർത്തിച്ച 3 കെഡാവർ നായകളാണ്. പല മൃതദേഹങ്ങളും കണ്ടെടുത്തത് വലിയ മരങ്ങളുടെ എല്ലാം അടിയിൽ കിടന്നിരുന്ന മൃതദേഹങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുത്തത് മായയും മർഫിയുമാണ്. അതിലിപ്പോൾ ഈ 3 കെഡാവർ നായകളെയും ഇവിടേക്ക് എത്തിക്കുമെന്നാണ്. അതിലിപ്പോൾ മായ, മർഫി എന്നീ 2 നായകൾ തിരച്ചിലിനായി മുണ്ടത്തിക്കോട് എത്തിച്ചേർന്നിട്ടുണ്ട്. പുലർച്ചെ വെളിച്ചം ലഭിച്ചത് മുതൽ തന്നെ അവിടെ തിരച്ചിലിനുള്ള സംഘങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മായയും മർഫിയും എറണാകുളം കൊച്ചി K9 യൂണിറ്റിൽ നിന്നുള്ളവരാണ്. ഇനി ഇടുക്കിയിൽ നിന്നുകൂടി ഒരു യൂണിറ്റ് എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 3 കെഡാവർ നായകളെ ഉപയോഗിക്കുമെന്ന കാര്യം അറിയാം. മറ്റ് കൂടുതൽ ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള മറ്റ് നായകളെ കൂടി ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിന് ഇടുക്കിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് കൂടി എത്തേണ്ടതുണ്ട്. നിലവിൽ ഈ 2 മായയും മർഫിയും അടങ്ങുന്ന എറണാകുളം കൊച്ചിയിൽ നിന്നുള്ള കെഡാവർ നായകളുടെ സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഫയർഫോഴ്സിൻ്റെ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും, അതായത് ഇതൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ഒരു സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ, അതിൻ്റെ ഒരു ശക്തിയിൽ മൃതദേഹഭാഗങ്ങൾ പലപ്പോഴും തെറിച്ചു പോവുകയും മരങ്ങളിലും മറ്റും വരെ ഉടക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്ര ഉഗ്ര സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. വലിയ ഉയരത്തിലേക്ക്, വലിയ ദൂരത്തേക്ക് ഈ മൃതദേഹ ഭാഗങ്ങൾ ചിതറിപ്പോകും. അതുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയൽ സെർച്ച്, അതായത് ഒരു ആകാശ നിരീക്ഷണം നടത്താനാണ്. അപ്പോൾ ഇത്തരത്തിൽ മരങ്ങൾക്ക് മുകളിലും മറ്റും മൃതദേഹ ഭാഗങ്ങൾ ഉടക്കി നിൽക്കുന്നുണ്ടോ എന്നുള്ളതടക്കം വ്യക്തമാകാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രോൺ വഴിയുള്ള പരിശോധന നടത്തുന്നത്. ഈ ഒരു പാടശേഖരത്തിലായിട്ടുണ്ടായിരുന്ന 5ഓളം വെടിക്കെട്ട് പുരകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നൊഴികെയുള്ള മറ്റെല്ലാ വെടിക്കെട്ട് പുരകളും പൂർണ്ണമായും കത്തി എരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് അവിടെ അത്തരത്തിലൊരു വെടിക്കെട്ട് പുര ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ കത്തി അമർന്നിരിക്കുകയാണ്. മറ്റേ ഈ വെടിക്കെട്ട് പുരകളിൽ ഒരെണ്ണം കുറച്ച് മാറിയാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നതിനാൽ മാത്രമാണ് ആ വെടിക്കെട്ട് പുര പൂർണ്ണമായും കത്തി നശിക്കാതിരുന്നത്. എങ്കിലും ആ വെടിക്കെട്ട് പുരയും പൂർണ്ണമായും നശിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ തന്നെ അതിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ മറ്റ്
രാസപരിശോധനാ സംഘവും അവിടെ സംഭവ സ്ഥലത്ത് തിരച്ചിൽ നടത്തും എന്നുള്ളതാണ്. അത് പ്രധാനമായും ഈ ഒരു കൊടും ചൂട് കാരണമാണോ ഇത്തരത്തിൽ ഈ കരിമരുന്ന് പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രാഥമിക നിഗമനം എന്ന രീതിയിൽ ഇപ്പോൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. കാരണം അസഹനീയമായ ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടത്തിക്കോട് ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ താരതമ്യേന വളരെ ചൂട് കൂടിയ വളരെ വരണ്ട ഒരു പ്രദേശമാണ് മുണ്ടത്തിക്കോട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു 3:30 മണി സമയത്താണ് വെടിക്കെട്ട് പുരയിൽ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നട്ടുച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന വെയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കരിമരുന്ന് അവർ ഉണ്ടാക്കുന്നതിനിടയിൽ പടക്കങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനിടയിൽ കനത്ത ചൂട് കാരണമാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ് ഫോറൻസിക് സംഘം എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇത്തവണത്തെ ഈ തിരുവമ്പാടിയുടെ ഇത്തവണത്തെ വെടിക്കെട്ടിന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ ശബ്ദമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ അമരമുള്ള പടക്കങ്ങൾക്ക് വെടിക്കെട്ടിന് പകരം വർണ്ണങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് കാഴ്ചയ്ക്ക് കൂടുതൽ ആകർഷകമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കരിമരുന്നിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് അതുപോലെ തന്നെ ബ്രോമൈഡ് അടക്കമുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം കുറവുള്ള അല്ലെങ്കിൽ പ്രകമ്പനം കുറവുള്ള എന്നാൽ വർണ്ണങ്ങൾ കൂടുതൽ ലഭിക്കുന്ന പല നിറത്തിൽ പല രീതിയിൽ പല ഡിസൈനുകളിൽ പല ആകൃതികളിൽ ആകാശത്ത് പൊട്ടി വിരിയുന്ന അത്തരത്തിലുള്ള കരിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് കൂടുതലും നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു വെടിക്കെട്ടിനെ കൂടുതൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ചൂടിൽ പല രാസവസ്തുക്കളുടെയും പ്രവർത്തനം വളരെ സ്ഫോടനാത്മകമായിരിക്കും. ഇത്തരത്തിൽ വലിയ ചൂട് പുറത്തു വിടുന്ന തരം രാസപ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ അത്തരത്തിൽ രാസവസ്തുക്കളുടെ കൂടി ഒരു ത്വരിതപ്പെടുത്തൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു ഉപയോഗം ഈ ഒരു വെടിക്കെട്ടിനെ അപകടത്തെ കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണവും നടത്തും. അതിനായാണ് രാസപരിശോധന വിദഗ്ധരടക്കം സ്ഥലത്തെത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം. ഇന്നലെ രാത്രി നിർത്തിവെച്ച പോസ്റ്റ്മോർട്ടം ഇന്നും തുടരും. ഇന്നലെ രാത്രി അപകടത്തിൽ പരിക്കേറ്റവരുടെ പോസ്റ്റ്മോർട്ടം 5 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. 9 പൂർണ്ണമായ മൃതദേഹങ്ങളാണ് ലഭിച്ചത്. മറ്റ് 23ഓളം മൃതശരീര ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 11 ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്നിപ്പോൾ നടക്കുക. അതിൽ 9 മൃതദേഹങ്ങൾ കിട്ടിയതിൽ 5 പേരുടെ പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ബാക്കി 4 മൃതദേഹങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ആ 4 മൃതദേഹങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരഭാഗങ്ങളിൽ നിന്നും സമാനമായ രീതിയിൽ സാമ്പിളുകൾ ശേഖരിക്കും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധരാണ് DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതും DNA പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. 23 ശരീരഭാഗങ്ങളാണ് പലയിടങ്ങളിൽ നിന്നായി, അതായത് 1 കിലോമീറ്ററിലധികം ദൂരത്ത് നിന്ന് വരെ ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 കിലോമീറ്ററിൽ നിന്ന് വരെ ലഭിച്ച ശരീരഭാഗങ്ങളുടെ അടക്കം DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടക്കും. അതിൽ 11 എണ്ണത്തിൻ്റെ പൂർത്തിയായിട്ടുണ്ട്. ഇനി 12 ശരീരഭാഗങ്ങളുടെ കൂടി പോസ്റ്റ്മോർട്ടം നടത്താനുണ്ട്. അത് ഇന്ന് 9 മണിയോടുകൂടി ആരംഭിക്കും എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക. മാത്രമല്ല മെഡിക്കൽ കോളേജിൽ 13 പേരാണ് ആകെ ഇപ്പോൾ ഇനി ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അവർക്ക് വലിയ രീതിയിൽ ശരീരത്തിൻ്റെ 1/3 ഭാഗവും പൊള്ളലേറ്റ നിലയിലാണ്. ബേൺ ICU അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊള്ളലേറ്റവർക്കുള്ള പ്രത്യേക അത്യാഹിത വിഭാഗത്തിലാണ് അവർ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2 പേർ വെന്റിലേറ്ററിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. 2 പേരുടെ നില അത്യന്തം ഗുരുതരമാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് 2 പേരും കഴിയുന്നത്. അങ്ങനെ 13 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ 13 പേർക്കും വളരെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഉറപ്പാക്കും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. കോഴിക്കോട് നിന്നുള്ള ഇത്തരത്തിൽ ബേൺ ICUവിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊള്ളലുകൾ
ട്രോമ കെയർ എന്ന് പറയുന്ന പൊള്ളൽ വിഭാഗത്തിലുള്ള തീപ്പൊള്ളലിൻ്റെ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം, അതുപോലെ തന്നെ ഒരു ഓർത്തോ സംഘം, അസ്ഥിരോഗങ്ങളുടെ മറ്റു ഭാഗമായിട്ടുള്ള ഓർത്തോ സംഘം എന്നിങ്ങനെയുള്ള ഒരു സംഘം ഇന്നലെ രാത്രി തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നുമുള്ള സംഘങ്ങൾ ഇന്ന് പുലർച്ചയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ രോഗിക്കും 3 ഡോക്ടർമാരുടെ ചികിത്സ അല്ലെങ്കിൽ 3 ഡോക്ടർമാരുടെ പരിചരണം ലഭിക്കുന്ന രീതിയിലാണ് ചികിത്സ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളെയും, അതായത് പരിക്കേറ്റ പലർക്കും പൊള്ളൽ മാത്രമല്ല മറ്റ് ശരീരഭാഗങ്ങൾക്ക് മറ്റ് ഇഞ്ചുറികളും പരിക്കുകളും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് മാനസികമായി വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വിവിധ വിഭാഗങ്ങളുടെ വിദഗ്ധരുടെ സേവനം ലഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രോമ കെയർ എന്ന പേരിൽ പ്രത്യേകമായി ഇവർക്ക് കൗൺസിലിംഗ്, അതായത് മാനസിക പരിചരണം കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു ട്രോമ കെയർ കൗൺസിലിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ രോഗിക്കും 3 ഡോക്ടർമാരുടെ പരിചരണം, അതുപോലെ തന്നെ ഒരു സംഘം നഴ്സുമാരെ ഓരോ രോഗിക്കും ലഭിക്കുന്ന രീതിയിൽ വളരെ സജ്ജമായിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ആശുപത്രി ചികിത്സാ സംവിധാനമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കളക്ടറേറ്റിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കാരണം ആരെയെങ്കിലും, അതായത് ഇവിടെ പണിയെടുക്കുന്ന ജോലിക്കാരിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്കും മറ്റും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത മൃതദേഹ ഭാഗങ്ങളും അതിൻ്റെ കൂടി തിരിച്ചറിയൽ നടത്തുന്നതിനായാണ്. അപ്പോൾ കൃത്യമായി ഈ വെടിക്കെട്ടുപുരയിൽ എത്ര പേർ ജോലി എടുത്തിരുന്നു, എത്ര പേരാണ് അപകട സമയത്ത് ആ വെടിക്കെട്ടുപുരയിൽ ഉണ്ടായിരുന്നത്, ഇതെല്ലാം തന്നെ കൃത്യമായി കണക്കാക്കി അതിന് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരുടെ വീട്ടുകാരുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെഡിക്കൽ കോളേജിലും കളക്ടറേറ്റിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അല്പസമയത്തിനകം കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തും. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് വിദഗ്ധരുടെയും സംഘം മെഡിക്കൽ കോളേജിൽ എത്തും. ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ സമയത്ത് പ്രവർത്തിക്കേണ്ട ഒരു പ്രോട്ടോക്കോൾ SOP എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തും നമ്മൾ കണ്ടതാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞാലും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ വിട്ടു നൽകാൻ സാധിക്കൂ. മൃതദേഹ ഭാഗങ്ങൾ, അത് എത്ര ചെറിയ മൃതദേഹ ഭാഗവും ആയിക്കോട്ടെ, കൈവിരലോ കൈപ്പത്തിയോ ആയിക്കോട്ടെ, ഒരു മുഴുവൻ ടോർസോ ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ കൈമാറൂ. അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെയും DNA ശേഖരിക്കും. ആ ഒരു പ്രോട്ടോക്കോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുല്യ, ഇപ്പോൾ ഈ ഒരു പടക്ക നിർമ്മാണശാല ജനവാസ മേഖല ഒഴിവാക്കണമെന്നൊരു ചട്ടം പാലിച്ചൊക്കെ തന്നെയാണ് നിലനിന്നിരുന്നെങ്കിലും ഇപ്പോൾ നമുക്കറിയാം വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. വലിയൊരു സ്ഫോടനം തന്നെയാണ് സംഭവിച്ചത്. സ്വാഭാവികമായും മുണ്ടത്തിക്കോട്ടത്തെ വലിയൊരു വലിയ രീതിയിൽ ചൂട് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ ദുരന്ത സമയത്ത് വലിയ രീതിയിൽ പുക ഉയർന്നത് കൊണ്ട് തന്നെ ഈ ഒരു അന്തരീക്ഷമൊക്കെ വലിയ മലിനീകരണം സാധ്യത കൂടുതലാണ്. വായു മലിനീകരണമാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ കിലോമീറ്ററുകൾ അകലെയുള്ള വീടുകളിലെ ചില്ലകളൊക്കെ തകർന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യസ്ഥിതി അവിടെ ഇപ്പോൾ ഉള്ള പ്രദേശവാസികളുടെയൊക്കെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കുളങ്ങളും കിണറുകളും ഒക്കെ ഒരു മലിനീകരണത്തിൻ്റെ തോത് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ടല്ലോ. ചൂട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പ്രദേശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായി വരണ്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കനത്ത ചൂട് ഈ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൂചിപ്പിച്ച പോലെ മലിനീകരണത്തിൻ്റെ, അതായത് വലിയ രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രമാത്രം കട്ടിയുള്ള, എത്രമാത്രം വലിയ ഒരു പുകമേഘമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകളുടെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ സ്ഫോടന ശബ്ദത്തിൽ പല വീടുകളും കുലുങ്ങുകയും ഭിത്തിയെല്ലാം വലിയ രീതിയിൽ കുലുങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. നിരവധി വീടുകളിലെ ചില്ല് കൊണ്ടുണ്ടാക്കിയ ജനാലകൾ, അതുപോലെ തന്നെ ഷെൽഫുകളുടെയും മറ്റും ഡോറുകൾ, കണ്ണാടികൾ തുടങ്ങിയവയെല്ലാം പൊട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനെല്ലാം പുറമെ
മാനസികമായി വലിയ രീതിയിലുള്ള ഒരു ആഘാതവും ഈ നാട്ടുകാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും കളക്ടർ ശിഖ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ ജനവാസ മേഖലയിൽ കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ചെന്ന് പതിക്കാനിടയുള്ള കിണറുകൾ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ അവയിലും പരിശോധന നടത്തും. ഇന്ന് അവിടെ രാസപരിശോധനയ്ക്ക് എത്തുന്ന സംഘം ഈ പറയുന്ന ജലാശയങ്ങളെയും അതുപോലെ തന്നെ അത് കിണറുകളും കുളങ്ങളും എന്തുമായിക്കോട്ടെ അവിടെ അതിലെ വെള്ളമടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാരണം ഈ കുടിക്കാനടക്കം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വെള്ളമൊക്കെ മലിനമായിട്ടുണ്ടോ എന്നുള്ളതിലടക്കം ഇന്ന് ഈ ഒരു രാസപരിശോധന വിദഗ്ധർ അവിടെ എത്തിയതിനു ശേഷം ഒരു തീരുമാനമുണ്ടാകും. ശരി, വ്യക്തമാണ് അതുല്യ. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനത്തിൽ 13 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5 പേരുടെ മൃതദേഹങ്ങളൊക്കെ വിട്ടു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഒക്കെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് പുനരാരംഭിക്കുക. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനൊക്കെ അപകട സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും വിദഗ്ധ സംഘം ശാസ്ത്രീയ പരിശോധനയും ഒക്കെ നടത്തും. ഇന്നാണ് വീണ്ടും തിരച്ചിൽ ആരംഭിക്കുക. മൃതദേഹഭാഗങ്ങൾക്കായി കൂടുതൽ തിരച്ചിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതേ